സ്വർഗസ്ഥനായ പിതാവാൻ ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്ക് തുതിക്കപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനങ്ങൾ വായിച്ച് ദൈവരാജ്യം പഠിക്കുന്തോറും കൂടുതലായിട്ടും ഹൃദയത്തിൽ ദൈവം ഓരോ വചനങ്ങൾ തരുന്നുണ്ട്. കൂടുതലായി അറിയുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തോടടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ആത്മീയമായി കൂടുതലായി വളരുവാൻ കഴിയും. കൂടുതൽ വചനങ്ങൾ വായിക്കുന്തോറും കൂടുതലായിട്ട് അറിവ് നേടുവാൻ കഴിയുന്നുണ്ട്. ഇസ്രായേലിൽ നിന്നും വന്നിരിക്കുന്ന വചനങ്ങളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിൽ നിന്നും വന്ന വചനങ്ങളെ പല രീതിയിലാണ് തർജിമ ചെയ്ത് നമ്മുടെ കയ്യിലോട്ട് എത്തിയിരിക്കുന്നത്. മലയാളത്തിൽ അതെത്തിയപ്പോൾ ദൈവത്തിൻ്റെ പേര് യേശു എന്നാണ് എഴുതിയിരിക്കുന്നത്. യേശു അത് ഇസ്രായേലിൻ്റെ വചനത്തിൽ നിന്നും വന്നിരിക്കുന്ന അവിടെ അതിനെ അഭിസംബോധന ചെയ്യുന്നത് യേശുവ എന്നാണ്. മലയാളത്തിൽ വന്നപ്പോൾ യേശുവായി, ഇംഗ്ലീഷിൽ ജീസസ്. ദൈവത്തിന് പല രീതിയിലും പേരുകളാണ് നൽകിയിരിക്കുന്നത്. പല രീതിയിൽ പലയിടത്ത് ചെല്ലുമ്പോഴും പല രീതിയിലുള്ള പേരുകളാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇസ്രായേലിൽ നിന്നും വന്ന വചനമാണല്ലോ, അപ്പോൾ ഇസ്രായേലിനെ പറ്റി പഠിക്കുക. ഇസ്രായേലിൽ നിന്നും അവർ പരിശുദ്ധാത്മാവിനാൽ എഴുതിയിരിക്കുന്ന വചനങ്ങളാണ്. ഇത് മനുഷ്യൻ്റെ കയ്യാൽ എഴുതപ്പെട്ടതാണെങ്കിൽ തന്നെയും പരിശുദ്ധാത്മാവിനാൽ എഴുതിയിരിക്കുന്ന വചനങ്ങളാണ്. അപ്പോൾ സത്യം അന്വേഷിച്ച് ചെല്ലുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രരാക്കും എന്നാണ് കർത്താവിൻ്റെ വചനം. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ബൈബിൾ വായിക്കുമ്പോൾ യേശു എന്നുള്ളിടത്ത് യേശുവ എന്നാണ്, ക്രിസ്തു എന്നുള്ളിടത്ത് മശിക എന്നാണ്, യേശു ക്രിസ്തു എന്നുള്ളിടത്ത് യഹോശുവ മശിക എന്നാണ് ഞാൻ വായിക്കുന്നത്. കാര്യം യഹൂദന്മാരങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോഴും അവരതാണ് പറയുന്നത്. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ യഹോവ എന്നെഴുതിയിരിക്കുന്നു. അങ്ങനെ യഹോവ എന്നൊരു പേര് ഈ മലയാളത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. ഇംഗ്ലീഷിൽ വരുമ്പോൾ അത് ജീസസ് ആണ്. യഹൂദന്മാരുടെ ഇടയിൽ അവർ അദോന എന്നാണ് പറയുന്നത്. അദോന, യജമാനനെ അദോന എന്നാണ് പറയുന്നത്. യഹോവ എന്നല്ല അവിടെ ഉച്ചാരം വരുന്നത്. അപ്പം മലയാളികൾ യഹോവ എന്ന് വായിക്കുന്നു. ഞാനിപ്പോൾ അത് അദോന എന്നാണ് വായിക്കുന്നത്. പലരും പറയുന്നുണ്ട് ബൈബിളിൽ കിടക്കുന്നത് അതുപോലെ തന്നെ പ്രവർത്തിക്കണം, അല്ലെ വായിക്കണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപം ഉണ്ടാകും. പക്ഷെങ്കിൽ ഇത് മനുഷ്യരാൽ എഴുതിയിരിക്കുന്ന വചനങ്ങളാണ്. പരിശുദ്ധാത്മാവിനാൽ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെട്ട് കിട്ടിയ വചനങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം പല രീതിയിലും നുഴഞ്ഞു കയറി പിശാചിൻ്റെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സാത്താനെയും പിതാവായ ദൈവത്തെയും പുത്രനെയും എല്ലാം അവനെന്നാണ് മലയാളികൾ വിളിക്കുന്നത്. അവൻ നിസാരം. നമ്മൾ ഒരു സുവിശേഷകൻ വന്നാൽ തന്നെ ആ പുള്ളിയെ അല്ലെ സാറെന്നോ അല്ലെ സുവിശേഷകൻ എന്താണ് പറയുന്നത്, പ്രവാചകനെന്നോ അല്ലെങ്കിൽ പാസ്റ്ററെന്നോ അച്ഛനെന്നോ ഒക്കെ നമ്മൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. പക്ഷെ ദൈവത്തെ കയറി അവൻ
ഇവനെന്നൊക്കെ വിളിക്കുന്ന അത് എൻ്റെ തോന്നലിൽ മഹാമണ്ടത്തരമാണ്. ദൈവം ആത്മാവാണ്, ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ്. അപ്പം ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത് എന്തുമാത്രം ബഹുമാനത്തോടായിരിക്കണം. നമ്മൾ ആ ദൈവത്തെ അറിയുവാനും ഒക്കെ ഭയപ്പാടോടുകൂടിയാണല്ലോ നമ്മൾ ആ ദൈവത്തെ അറിയേണ്ടത്. അപ്പം ദൈവത്തെ കയറി അവനെന്നും ഇവനെന്നും ഒക്കെ എന്തു വേണേലും വിളിക്കാം. ദൈവം ആരെയും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇനിയുള്ള കാലഘട്ടത്തിൽ ദൈവം സകലതും നിവർത്തിയാക്കി കഴിഞ്ഞു. പുത്രൻ കൂടെ, പിതാവ് പുത്രനിൽ കൂടെ സകലതും നിവർത്തിയായി. പിതാവിൻ്റെ അതേ ഛായയിൽ തന്നെയാണ് പുത്രൻ വന്നിരിക്കുന്നത്. പിതാവിനെ വെളിപ്പെടുത്തി. പിതാവ് തന്നെയാണ് പുത്രൻ, പുത്രൻ തന്നെയാണ് പിതാവ്. കാര്യം ചിലർക്ക് യേശുക്രിസ്തുവാണ് ദൈവം, ചിലർക്ക് യഹോവ എന്ന് പറയുന്ന ആ പേരിൽ അറിയപ്പെടുന്ന ആൾ ദൈവം. അങ്ങനെ പലരും പല രീതിയിലും, പലരുടെയും കാഴ്ചപ്പാടുകൾ പല രീതിയിലാണ്. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടുകളാണ് ഞാൻ പറയുന്നത്. അത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, ഇല്ലാത്തവർക്ക് തള്ളിക്കളയാം. അപ്പോൾ ഈ അവനെന്നൊക്കെ ഉള്ളിടത്ത് എന്തുമാത്രം നമുക്ക് ഉച്ചാരണങ്ങൾ ഭയഭക്തിയോടെ കൊടുക്കാൻ കഴിയും. അദ്ദേഹമെന്നും കർത്താവെന്നും അവിടുന്നെന്നും ഒക്കെ പറയാൻ കഴിയും. പക്ഷെങ്കിൽ അങ്ങനൊന്നും എഴുതാതെ കണ്ട് പണ്ട് എഴുതിയിരിക്കുന്ന ആ മലയാളത്തിലെ ആ തെറ്റുകൾ അതുപോലെ തന്നെ എഴുതി പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. അതിന് ലോകത്തിന് പല മാറ്റങ്ങളും വന്നു. പക്ഷെങ്കിൽ ദൈവകാര്യത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്നാണ് പൗലോസപ്പോസ്തലൻ പറയുന്നത്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പം നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരാണ്. കാര്യം മനുഷ്യന് തിരിച്ചറിവ് വരുമ്പോൾ അവൻ ഈ ദൈവത്തോട് അടുക്കുവാൻ ഒരു സ്നാനം ആവശ്യമാണ്. ആ സ്നാനം എന്നവന് ആ നന്മ തിന്മകളെ തിരിച്ചറിയാൻ കഴിയുന്നു, അന്നാണ് അവനൊരു സ്നാനത്തിൻ്റെ ഒരാവശ്യം. സ്നാനം ഒരു മാനസാന്തരം മനുഷ്യന് ആവശ്യമാണ്. ഒരു വീണ്ടും ജനനം മനുഷ്യന് ആവശ്യമാണ്. ആ വീണ്ടും ജനനം പ്രാപിക്കണമെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെട്ട് ആ ദൈവത്തോട് അടുക്കുവാൻ നമ്മൾ സ്നാനപ്പെടണം. സ്നാനപ്പെടുന്നതിലും ഒത്തിരി പറയാനുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് ഇപ്പോൾ പലരും സ്നാനപ്പെടുത്തുന്നത്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ വായിച്ചു കഴിയുമ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കുന്നത് യഹോശുവ മശിഹയുടെ നാമത്തിലാണ് സ്നാനപ്പെടുത്തുന്നത്. കാര്യം സകലതും പിതാവ് പുത്രനിൽ ലയിപ്പിച്ചിരിക്കുന്നു. ആ പുത്രൻ്റെ നാമമാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അത് അപ്പോസ്തലന്മാർക്കറിയായിരുന്നു. അവർ പരിശുദ്ധാത്മാവിനാൽ അവർക്കത് മനസ്സിലാക്കി. അവർ അപ്പോസ്തല പ്രവൃത്തികളൊക്കെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. യഹോശുവ മശിഹയുടെ നാമത്തിലാണ് സ്നാനം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നടക്കണം. ഒരു മനുഷ്യൻ സ്നാനപ്പെട്ട അവൻ പുതിയ സൃഷ്ടിയാകുമ്പോൾ പഴയതെല്ലാം അവൻ ഉപേക്ഷിച്ച് അവൻ പുതിയ സൃഷ്ടിയായി. പക്ഷെ പുതിയ സൃഷ്ടിയായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ വചനങ്ങൾ അനുസരിച്ച് മുൻപോട്ട് പോകുവാനാണ് നമുക്ക് തന്നിരിക്കുന്ന വചനങ്ങൾ. ആ ദൈവരാജ്യ പൗരനാകണമെന്നുണ്ടെങ്കിൽ ആ ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകളൊക്കെ അനുസരിക്കുക തന്നെ വേണം. പിന്നെ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകളൊക്കെ ഉണ്ട്, അതൊക്കെ പാലിക്കുക തന്നെ വേണം. ഇതൊന്നും പാലിക്കാതെ വീണ്ടും ജനിച്ചു സ്നാനപ്പെട്ടു എന്ന് പറയുകയും പലരും പഴയ പ്രവൃത്തികളിൽ കൂടെ തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പോഷ്ക് പറയുന്നു, വീട്ടിൽ കലഹം ഉണ്ടാക്കുന്നു, അമ്മായിമ്മയും മരുമകളുമായിട്ട് പോരുണ്ടാകുന്നു,
അങ്ങനെ ഇത്യാദി പല പ്രശ്നങ്ങളാണ്. സഭകളിൽ പ്രശ്നം, സഭകളിൽ അടിയുണ്ടാക്കുന്നു. തെറ്റുകൾ ചെയ്തവരെ തിരുത്താൻ പോലും സഭ തയ്യാറാകത്തില്ല. അവരെയും അവിടെ വെച്ചിരുന്ന് ഒരു രീതിയിൽ ഇങ്ങനെ പൂക്കോട്ടിരിക്കുന്നു, ഒരു ഉടായ്പിൽ. അപ്പം മനുഷ്യന് ആവശ്യമെന്ന് പറയുമ്പോൾ അവന് നിത്യജീവനാണ്. ആ നിത്യജീവൻ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം, ദൈവത്തിൻ്റെ പാതകൾ പിന്തുടരണം. പിതാവായ ദൈവം പുത്രനിലൂടെ കൊടുത്തിരിക്കുന്ന വചനങ്ങളെ നമ്മൾ അനുസരിക്കണം. പലരും ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പഠിച്ച ഉന്നതങ്ങളിൽ എത്തുമ്പോൾ ജോലികൾ സമ്പാദിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞ് ജോലികൾ കിട്ടിക്കഴിയുമ്പോഴും മനുഷ്യരിൽ പലതും തട്ടിപ്പോകുന്നു. ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ 20 വയസ്സിന് മേളിലോട്ട് 40 വയസ്സിൽ താഴോട്ടാണ് കൂടുതലും ആൾക്കാർ ഇപ്പം തട്ടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുമ്പോൾ നമ്മൾ ആ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നടക്കുക, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ, ആ ദൈവരാജ്യത്ത് കടക്കുവാൻ, ദൈവരാജ്യ പൗരനാണെങ്കിൽ ആ ദൈവരാജ്യത്ത് നമ്മൾ കടക്കും. നമ്മൾ ഈ ലോകത്തുനിന്നും മാറ്റപ്പെട്ട ദൈവരാജ്യ പൗരനായി, ആ ദൈവത്തിൻ്റെ മകനായി മകളായി മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ആ മരണപ്പെട്ട് കഴിഞ്ഞാലും ആ യഹോശുവ മശിഹായിൽ ആ ദൈവത്തോട് നമ്മൾ മറഞ്ഞിരിക്കുന്നു. സകലതും നിവൃത്തിയാകുമ്പോൾ വെളിപ്പെട്ട് വരും. ഈ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ നമ്മൾ മരണപ്പെട്ടാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മൾ ആ ദൈവരാജ്യത്തിന് അവകാശിയായി. നമുക്കിനി രണ്ടാം മരണത്തിന് ദോഷമുണ്ടാകത്തില്ല, ന്യായവിധിയിലേക്ക് നമ്മൾ പോകത്തില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കൽപ്പനകൾ അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ ശ്രമിക്കണം. വചനങ്ങൾ വായിച്ച് അതിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കണം. അതിന് നമ്മൾ സത്യത്തിൽ നിൽക്കുക തന്നെ വേണം. കുട്ടികളെ സ്നാനപ്പെടുത്തുക എന്ന് പറയുമ്പോൾ കുട്ടികൾക്കല്ല ഒരു സ്നാനം വേണ്ടിയത്. അത് സഭയിൽ അവിടുത്തെ പൗരനാകാൻ വേണ്ടി, സഭയുടെ ഒരു അംഗമാകാൻ വേണ്ടി സ്നാനപ്പെടുത്തുന്നു. പക്ഷെ മനുഷ്യൻ വളർന്നു വരുമ്പോൾ അവനൊരു തിരിച്ചറിവ് ഉണ്ടാകും. നന്മതിന്മകളെ തിരിച്ചറിയുമ്പോൾ അന്നാണ് ഒരു സ്നാനം വേണ്ടിയത്. ഇപ്പോൾ നമ്മുടെ സഭകളിൽ നടക്കുന്നത് 12 വയസ്സ് 13 വയസ്സാകുമ്പോൾ ആദ്യ കുർബാന, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത്. കുർബാന എന്ന് പറയുമ്പോൾ അത് കുട്ടികൾക്കൂടെ കൊടുക്കാനുള്ളതാണ്. കാര്യം കർത്താവ് പറഞ്ഞിരിക്കുന്ന, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലാകാതെ ദൈവരാജ്യം കാണത്തില്ല എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ശിശുക്കൾക്ക് ആദ്യം തന്നെ ആ കുർബാന കൊടുക്കാൻ പറ്റും. ഇതിനൊക്കെ ഒത്തിരി മാറ്റങ്ങളാണ് സഭകളിൽ വരുത്തിയിരിക്കുന്നത്. ഈ സഭകളിൽ പോയിരുന്നാൽ നമുക്ക് നമ്മുടെ ആത്മാവ് എത്തേണ്ട സ്ഥാനത്ത് എത്തത്തില്ല. ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു വ്യവസ്ഥയിൽ കൂടെയുമല്ല സഭകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോസ്തലന്മാരും യേശുവായുമൊക്കെ ശബത്ത് നാളിനാണ് ആരാധിച്ചുകൊണ്ടിരുന്നത്. ആ ശബത്ത് നാൾ ശനിയാഴ്ച ദിവസമാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ കൽപ്പനകൾ എഴുതിയിട്ടുണ്ട്, 10 കൽപ്പനകൾ. ആ കൽപ്പനയ്ക്കുള്ളിൽ കിടക്കുന്നതാണ് ശബത്ത്, സ്വസ്ഥത. ആ ദിവസം ശനിയാഴ്ച ദിവസമാണ്. അതിനെ എടുത്ത് ഞായറാഴ്ച ദിവസമാക്കി ആരാധിക്കുന്നു. ആ ശനിയാഴ്ച ദിവസം, ആ സ്വസ്ഥത ദിവസം ദൈവം അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന ദിവസമാണ്. അന്നാണ് ദൈവപുത്രൻ ഇസ്രായേലിൽ വന്ന് പലരെയും സൗഖ്യമാക്കിയതും പല വീര്യ പ്രവൃത്തികൾ ചെയ്തതും അന്നേ ദിവസമാണ്. അതൊരു വിശുദ്ധ ദിവസമാണ്, അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം സകലം സൃഷ്ടിച്ച് സ്വസ്ഥമായിരുന്ന ആ സ്വസ്ഥതയാണ് മനുഷ്യന് നൽകിയിരിക്കുന്നത്.
ഈ സ്വസ്ഥത വെളിപ്പാട് പുസ്തകം വരെ കിടക്കുന്നു. ഈ സ്വസ്ഥത മനുഷ്യൻ മരണപ്പെട്ടാലും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടാലും ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കണം. ഈ ശബത്ത് ഈ സ്വസ്ഥതയ്ക്കൊരു മാറ്റവും വരത്തില്ല. ഇസ്രായേലിൻ്റെ ദൈവത്തെയാണ് അറിയുന്നതെങ്കിൽ അവർ ഈ വചനം നമ്മൾ ഇസ്രായേലിൽ നിന്നും വന്ന വചനങ്ങളാണ്. ഇത് വായിക്കുമ്പോൾ നമുക്ക് ആ സ്വസ്ഥതയിൽ പ്രവേശിക്കണം. പ്രവേശിക്കാത്തവർ ഈ ദൈവത്തിൻ്റെ പദ്ധതിയിൽ എത്തത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സഭകളിൽ പല പഠിപ്പീരുകളും പഠിപ്പിക്കുന്നുണ്ട്. ദൈവം ഏകനാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തികളും ഏകം തന്നെയാണ്. സഭകളിലൊക്കെ പഠിപ്പിക്കുന്നത് ദൈവം ത്രിയേകനാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ത്രിയേക ദൈവത്തെയാണ് വിളിക്കുന്നത്. ഇപ്പോൾ ത്രിയേക ദൈവത്തെ വിളിക്കുന്നതെന്ന് പറയുന്ന അങ്ങനെ ഒരു സംഭവം ഈ ബൈബിളിനകത്തെങ്ങും പറഞ്ഞിട്ടില്ല. ദൈവം ഏകനാണെന്ന് തന്നെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ത്രിയേകം കൊണ്ടുവന്നൊരു സംഭവമാണ് ഇപ്പം സഭകൾ ക്രിസ്ത്യാനികളൊക്കെ വെച്ചിരിക്കുന്നത്. ഇത് ബൈബിൾ വായിച്ചിട്ടൊന്നും അതിനകത്തുനിന്നും ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ത്രിയേകം എന്നൊരു സംഭവം അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ദൈവം ഏകം തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സഭകളിൽ വരുത്തിയിരിക്കുന്ന വ്യത്യാസങ്ങളും പഠിപ്പീരുകളും ഇതൊക്കെ വെച്ചൊരു സഭകളിൽ പോയിരുന്ന് ഇത് മനസ്സിലാക്കി എടുക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. പലരുടെ പ്രസംഗങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. ഇസ്രായേലിൽ തൊട്ട് സകല പ്രസംഗങ്ങളും ഞാൻ കേൾക്കും. അതിൽ നല്ലത് തിരഞ്ഞെടുക്കുക, നമുക്ക് വേണ്ടത് അതിനകത്ത് നിന്ന് തിരഞ്ഞെടുക്കുക. പ്രസംഗിക്കുന്നവരുടെ മൊത്തം നമ്മൾ ഏറ്റെടുക്കണമെന്നില്ലല്ലോ. നമുക്ക് ആ ബൈബിളിൽ നോക്കുക, നമ്മൾ പ്രസംഗിക്കുന്ന ആളിൻ്റെ പ്രസംഗങ്ങൾ സത്യമാണോ അല്ലയോ എന്ന് നമുക്ക് ബൈബിളിൽ നിന്നും മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചു കഴിയുമ്പോൾ നമുക്കത് തിരിച്ചറിയാൻ പറ്റും. ആരൊക്കെയാണ് പോഷ്ക്ക് പറയുന്നത്, ആരൊക്കെയാണ് സത്യം പറയുന്നത്. സത്യത്തിൽ നിൽക്കുകയാണെന്നാണ്. ദൈവം പരിശുദ്ധനാണ്, ദൈവം സത്യമാണ്, ദൈവം വെളിച്ചമാണ്. ആ ദൈവത്തോട് അടുത്ത് ചെല്ലണമെന്നുണ്ടെങ്കിൽ സത്യമായി തന്നെ നിൽക്കേണ്ടിയായിട്ടുണ്ട്. സത്യത്തിൽ നിന്നെങ്കിലേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കത്തുള്ളൂ. എല്ലാവരും ദൈവത്തെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ ആ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ബൈബിൾ വായിച്ച് അത് മനസ്സിലാക്കി മുൻപോട്ട് പോകണം. കാര്യം ഈ ലോകത്തിൽ ജീവിതം തന്നെ താൽക്കാലികമാണ്. ഈ താൽക്കാലിക ജീവിതത്തിൽ ഈ കാണുന്നതൊന്നുമല്ല, കാണാത്തതാണ് നിത്യം. ആ നിത്യജീവനാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ആ കാണാത്തത് അദൃശ്യമണ്ഡലങ്ങൾക്ക് ഇനിയും ദൃശ്യമണ്ഡലമാകാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ രാജ്യം ഇസ്രായേലിൽ ദൈവരാജ്യം സ്ഥാപിക്കും. ദൈവത്തിൻ്റെ ഭരണമുണ്ട്. കർത്താവിൻ്റെ വരവ് അടുത്തിട്ടുണ്ട് മധ്യാകാശത്ത്. ആ കർത്താവിൻ്റെ വരവിൽ വിശുദ്ധന്മാരും ദൈവത്തിൻ്റെ പുത്രന്മാരുമൊക്കെ ആദ്യം തന്നെ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ എതിരേൽക്കാൻ സ്വർഗത്തിൽ എടുക്കപ്പെടും. സ്വർഗത്തിൽ എന്ന് പറയുമ്പോൾ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ജീവിച്ചിരിക്കുന്ന ദൈവത്തെ അറിയുന്ന പുത്രന്മാരും പത്തന്മാരുമൊക്കെ രൂപാന്തരം പ്രാപിച്ച് ആ കർത്താവിൻ്റെ വരവെങ്കിൽ അവരോടൊപ്പം നമ്മളും കർത്താവിനെ എതിരേൽക്കാൻ പോകും. എതിരേൽക്കുകയാണ് അവിടെ ചെന്ന്. എതിരേറ്റ് എങ്ങോട്ട് പോകുന്നു എന്ന് ആരും പറയുന്നില്ല. കർത്താവ് സ്വർഗത്തിൽ കൊണ്ടിരുത്തിയിരിക്കുന്നു, അല്ലെ സ്വർഗത്തിൽ നമ്മുടെ സ്ഥലം അവിടെ ആണെന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ഭൂമിയിൽ തന്നെയാണ് വാഴുന്നത്. ആ കർത്താവിനൊപ്പം യെരുശലേമിൽ ഒരു യുദ്ധവീരന്മാരായി പോകണം. കർത്താവിനോടുകൂടി യുദ്ധവീരന്മാരായി ഒരു ആർമിയായി പോകുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധന്മാരെ, പുത്രന്മാരെ, തൻ്റെ ഭക്തന്മാരെയാണ് അവിടെ ആവശ്യം.
ഈ ലോകത്ത് കഷ്ടപ്പാടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെങ്കിൽ അതിനെ മാറ്റി അസുഖങ്ങളൊക്കെ മാറി ഈ ലോകത്ത് ജീവിക്കാം എന്ന് വിചാരിക്കുന്നത് വളരെ പോഷത്വമാണ്. കാര്യം ഈ ലോകത്ത് ജീവിക്കാൻ ശ്രമിച്ചാൽ ആരും തന്നെ ജീവിക്കുന്നില്ല. ഇനിയും ആത്മാവുണ്ടോയെന്നും അല്ലെങ്കിൽ നിത്യജീവൻ ഉണ്ടോയെന്ന് തന്നെ ക്രിസ്ത്യാനികൾക്ക് പോലും മനസ്സിലാകുന്നില്ല. പലരോടും ആത്മാവിനെ കളയല്ലെന്ന് പറയുമ്പോൾ ഒരാലും മാവും ആ പുല്ലാട്ട് നിൽപ്പുണ്ട്, അതിൻ്റെ ഇലയൊക്കെ പൊഴിഞ്ഞു പോയി, അല്ലെങ്കിൽ അതവിടാണ് നിൽക്കുന്നതെന്നൊക്കെ പറയും. കാര്യം മനസ്സിലാകുന്നില്ല മനുഷ്യർക്ക് എന്താണ് ആത്മാവ്, എന്താണ് നിത്യജീവൻ, ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കുവാൻ ആരും ശ്രമിക്കുന്നില്ല. ഇത് വെറും താൽക്കാലികമാണ് ഈ ജീവിതം. ഒരസുഖം വന്ന് ആശുപത്രിയിൽ പോയാൽ തന്നെ അത് താൽക്കാലിക സൗഖ്യമുണ്ടാകുന്നു, മരുന്ന് കഴിച്ച് വേറൊരു അസുഖം ഉണ്ടാകുന്നു. അങ്ങനെ ആശുപത്രിയിൽ കയറിയും ഇറങ്ങി ഏതെങ്കിലും ഒരു അസുഖത്താൽ അവൻ തട്ടിപ്പോകുന്നു. ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവം നടത്തും. ഞാനാണ് ഒരു 5-6 വർഷമായിട്ട് ആശുപത്രികളിലോ മറ്റ് യാതൊന്നിലും ആശ്രയം വെക്കുന്നില്ല. ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് മുൻപോട്ട് പോകുന്നു. അതുകൊണ്ട് പല സൗഖ്യങ്ങളും എനിക്ക് കിട്ടുന്നുണ്ട്, പല രോഗങ്ങളും ഉണ്ട്. എങ്കിലും മൊത്തം രോഗം മാറി ഈ ലോകത്ത് ജീവിക്കാൻ പോയാൽ നമ്മൾ ആ പിശാചിന് അടിമയായിപ്പോവും, അല്ലെ ആ പിശാചിൻ്റെ തന്ത്രത്തിൽ നമ്മൾ കുടുങ്ങിപ്പോവും. അതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് കർത്താവിൻ്റെ വചനം, സഹിഷ്ണുതയുള്ള വചനം കാക്കുന്ന മനുഷ്യനെ കർത്താവ് തന്നെ കാക്കും. ദൈവം അത് നമുക്ക് നൽകിയിരിക്കുന്നു. ആ വാടാത്ത കിരീടം നമുക്ക് പ്രാപിക്കും. ഈ ലോകത്ത് എന്തെല്ലാം നേടിയാലും വാടിയ കിരീടമാണ്. കാര്യം ഈ ലോകത്ത് നിലനിൽപ്പ് ആർക്കുമില്ല. ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടണം. ജഡരത്നങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിക്കണമെന്നെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകണം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസികളുടെ പട്ടികകളുണ്ട്. അതെടുത്ത് വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കും. വിശ്വാസമില്ലാതെ ദൈവത്തെ ആർക്കും സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല, അല്ലെ ആ ദൈവത്തെ അറിയുവാൻ പറ്റത്തില്ല. ദൈവത്തെ അറിയണമെങ്കിലും ദൈവത്തെ നമ്മൾ അനുഭവിക്കണമെങ്കിലും ആ വിശ്വാസം നമ്മളിൽ വേണം. വിശ്വാസമില്ലാതെ ദൈവത്തെ ഒരു നാളും നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടൊരു വിശ്വാസിയായി ജീവിക്കുവാനാണ് എല്ലാവരും അങ്ങനെ തന്നെ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം വചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ കൂടുതലായി ദൈവരാജ്യം പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ 6-7 വർഷമായി ദൈവരാജ്യം മാത്രം പഠിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ അറിവുകളും ദൈവത്തിൻ്റെ കാഴ്ചപ്പാടും ആ അദൃശ്യ മണ്ഡലത്തിൽ ഒരുക്കിയിരിക്കുന്ന ആ കാര്യങ്ങളെപ്പറ്റിയൊക്കെ കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഇത് മറ്റുള്ളവരോട് അറിയിക്കുക എന്നുള്ളതാണ് എനിക്ക് തന്നിരിക്കുന്ന വെളിപ്പാട്. അതുകൊണ്ട് ശബത്ത് എന്ന സ്വസ്ഥതയിൽ പ്രവേശിക്കുക, ദൈവത്തിൻ്റെ വചനം വായിച്ച് ആ സഭകളൊക്കെ ദൈവത്തിൻ്റെ വചനമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ സഭകളിൽ പഠിപ്പിക്കുന്നതും ഒക്കെ ആയിട്ട് ഒത്തിരി വ്യത്യാസങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഇസ്രായേലിൻ്റെ ദൈവം തന്നിരിക്കുന്ന വചനം, ഇസ്രായേലിൽ നിന്നും വന്നിരിക്കുന്ന വചനം, അവിടുത്തെ വചനത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നതും ഇസ്രായേലിൻ്റെ ദൈവത്തെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പലരും യേശുക്രിസ്തു മാത്രമാണ് ദൈവം, യേശുക്രിസ്തു അല്ലാതെ വേറൊരു ദൈവമില്ല എന്നും പറഞ്ഞ് ആൾക്കാർ കിടന്ന് ചാടുന്നു. യേശുക്രിസ്തു ദൈവമല്ല, മനുഷ്യനായി ഭൂമിയിൽ വന്ന ഒരു മനുഷ്യപുത്രനായിട്ട് തന്നെ നമ്മളെ കാണണം. കർത്താവായ യഹോശുവ മശിഹയെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ആ പിതാവായ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് പോകണം.
ലോകത്തിൻ്റെ ദൈവം, ഇസ്രായേലിൽ കൂടെ വെളിപ്പെട്ട് വന്ന ആ ലോകരക്ഷകൻ, ആ ദൈവമാണ് ഏകസത്യ ദൈവം. ആ ഏകസത്യ ദൈവത്തെ മുറുകെ പിടിക്കുക. ഏകസത്യ ദൈവം എന്ന് കേൾക്കുമ്പോൾ പിശാച് വിറയ്ക്കും, പിശാച് കിടുകിടുക്കും. ഏകസത്യ ദൈവം, ആ ഇസ്രായേലിൽ വെളിപ്പെട്ട് വന്നിരിക്കുന്ന ദൈവം. ഇസ്രായേൽ എന്ന് പറയുമ്പോൾ അബ്രഹാമിൽ കൂടെ, അബ്രഹാമും ആ സാറായിക്ക് കുട്ടികളുണ്ടാകാതെ പ്രായമായ സാറായിക്ക് കുട്ടികളുണ്ടായി. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണതൊക്കെ. ഇസ്ഹാക്ക് എന്നൊരു കുട്ടി പരിശുദ്ധാത്മാവിനാൽ ഉണ്ടായ ആണ്. യഹൂദന്മാരെന്ന് പറയുമ്പോൾ അവരൊരു ദൂതന്മാരായിട്ടാണ് അവരെ നമ്മൾ കാണേണ്ടത്. അവരിൽ നിന്നുമാണ് ഈ വചനങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നതും. അവരാണ് ദൈവത്തിൻ്റെ മക്കൾ. പക്ഷേ അവരും പലപ്പോഴും ആ ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയിൽ എത്തിയിട്ടില്ല. പലരും പല രീതിയിലും തെറ്റിപ്പോകുന്നു. കണ്ടിട്ടും വിശ്വസിക്കാതെയും അവരാ ദൈവിക സ്വസ്ഥതയിൽ പ്രവേശിക്കാതെയും ഒക്കെ പോയിട്ടുണ്ട്. മരുഭൂമിയിൽ കൂടെ അവരെ നടത്തിക്കൊണ്ട് വന്നപ്പോഴും പലരും തെറ്റിപ്പോയതിനാൽ മരുഭൂമിയിൽ പലരും മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അവരും ആ വാഗ്ദത്ത നിവർത്തി, ആ വിശ്രമ ദിവസം, ആ വിശുദ്ധ ദിവസത്തെ അവർ അനുകരിച്ചിട്ടില്ല. അല്ലെ അവരത് ദൈവത്തിൻ്റെ വചനങ്ങൾ അവരനുസരിക്കാതെ വന്നപ്പോഴാണ് അവർക്കും ബുദ്ധിമുട്ടുകളുണ്ടായത്. അവരെ പലരെയും ദൈവം മറ്റ് രാജ്യങ്ങൾക്കാരെ ഏൽപ്പിച്ച് ലക്ഷങ്ങൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുക. ദൈവത്തിൻ്റെ വചനം എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുക. സഭകളിൽ പഠിപ്പിക്കുന്നത് ബൈബിൾ വായിച്ച് നോക്കുക. അതിൽ കിടക്കുന്നത് പോലെ തന്നെ ബൈബിളിൽ ഉണ്ടോ എന്ന് നോക്കി അത് സത്യം മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുക. കാരണം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ, ഈ ലോകം മുഴുവനും നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ മനുഷ്യന് എന്ത് പ്രയോജനം? ഈ മരണമില്ലാത്ത ആത്മാവിനെ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിക്കുക. ആ ദൈവം, അദൃശ്യനായ ദൈവം, മറഞ്ഞിരിക്കുന്ന ആ ദൈവത്തെ അറിയുവാൻ ശ്രമിക്കുക. ലോകരക്ഷകനാണ്. ഏത് ജാതി എന്നില്ല, ആ ഏത് ജാതിക്കാരായാലും ഈ ദൈവത്തെ അറിയുക. ഇസ്രായേലിൽ കൂടെ വെളിപ്പെട്ട് വന്ന ഈ ദൈവമല്ലാതെ ഈ ലോകത്ത് വേറൊരു ദൈവമില്ല. ആ ദൈവത്തെ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇസ്രായേലിനെ നോക്കിയാൽ മതി. ഇസ്രായേലിൽ അവരെ ആ ചെറിയ രാജ്യത്ത് അവരെ നടത്തുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ദൈവത്തിൻ്റെ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. വചനങ്ങളെ, സത്യങ്ങൾ വെളിപ്പെടുവാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു. ഇനി മുൻപോട്ട് അധികം നാളുകൾ പോകത്തില്ല. നോഹയുടെ കാലം പോലെ ദുഷ്പ്രവൃത്തികൾ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്ത് നമ്മൾ ആ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുക. മാനസാന്തരപ്പെട്ട് ദൈവത്തോട് ചേരുവാൻ സ്നാനപ്പെട്ട്. പലരും വിചാരിക്കുന്നു കുട്ടികളായപ്പോൾ സഭയിൽ പോയി സ്നാനപ്പെട്ടല്ലോ, അല്ലെ മാമോദീസ മുങ്ങിയല്ലോ എന്നും കണ്ടിരിക്കുകയാണ്. പലരുടെയും കാഴ്ചപ്പാട് അങ്ങനെയാണ്. പലരും ആ പാപിയായിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കുന്നു. പാപത്ത്, ഞാൻ പാപിയാണല്ലോ, എനിക്കിനി രക്ഷയില്ലല്ലോ. ഏത് പാപമായാലും നമ്മളെ രക്ഷിക്കുവാനാണ് ദൈവത്തിൻ്റെ പുത്രൻ വന്നത്. ആ പുത്രനിൽ വിശ്വസിച്ച് ആ പുത്രൻ്റെ പാത പിന്തുടരുക. പുതിയ നിയമത്തിൽ 4 സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ആ പുത്രൻ പ്രവർത്തിച്ചിരിക്കുന്ന കാര്യങ്ങളും വചനങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ആത്മാവിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ദൈവാത്മാവ് ഉള്ളിൽ വരുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് സ്നാനപ്പെട്ട് ദൈവത്തോട് ചേരുക. കർത്താവായ യഹോശുവ മശിഹായെ ഉയർത്തെഴുന്നേൽപ്പിച്ച ആ പിതാവായ ദൈവം സ്നാനത്തിനോടുകൂടി നിങ്ങൾ മരിച്ചടക്കപ്പെട്ട് നിങ്ങളെയും ഉയർത്തെഴുന്നേറ്റ് സ്വർഗ
തലത്തിലിരുത്തിയിരിക്കുന്നു. അപ്പോൾ അത് പ്രാപിപ്പാൻ നോക്കുക. ഡോക്ടറും എൻജിനീയറിംഗ് ഒക്കെ പഠിക്കാൻ പോകുന്നവർ അവരും പഠിച്ചു കഴിയുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് അവിടെ ഉണ്ടല്ലോ. പഠിക്കാത്തവർക്ക് ആ സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല, പഠിച്ചവർക്കാണ്. അപ്പം ദൈവരാജ്യത്തെപ്പറ്റി പഠിച്ച് വേണം നമ്മൾ മുന്നേറുവാൻ. ആ ദൈവരാജ്യത്ത് നമ്മളെ കടത്താതിരിക്കാൻ വേണ്ടി അദൃശ്യ മണ്ഡലത്തിലെ ശക്തികൾ നമ്മൾക്കെതിരായി പോരാടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ പ്രതികൂലങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ഈ ദൈവത്തോട് അടുക്കുവാൻ പറ്റത്തില്ല. ഈ പരീക്ഷകളിലെല്ലാം ജയിച്ച് മുൻപോട്ട് പോവുക തന്നെ വേണം. അതുകൊണ്ട് ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥകളിൽ കൂടെ ആ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് പോവുക. നിത്യജീവൻ, ആ ആത്മാവിനെ കളയാതെ നിത്യജീവൻ പ്രാപിക്കുക. പ്രൈസ് ദി ലോർഡ്.